ഇത് നമ്മുടെ ഗ്യാരേജിലെ ഏറ്റവും പുതിയ വണ്ടിയാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ വണ്ടി 3D പ്രിന്റ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ ഫയൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി വേറെ സംസാരമൊന്നുമില്ല. നമ്മുടെ ഡിഫൻഡറിന്റെ ബാക്കിലെ ക്യാബിനാണ് കേട്ടോ ഈ പ്രിന്റ് ചെയ്യുന്നത്. കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഏകദേശം 6 മണിക്കൂറോളം എടുത്തു ക്യാബിൻ മാത്രം പ്രിന്റ് ചെയ്യാൻ. അതിനുശേഷം ബാക്കിയുള്ള പാർട്സും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് പ്രിന്റ് ചെയ്തെടുത്തു. ഇടയ്ക്ക് പ്രിന്റ് ഫെയിൽ ആയിരുന്നു, അതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വീണ്ടും പ്രിന്റ് ചെയ്തു. 3D പ്രിന്റർ മേടിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന വണ്ടിയാണിത്. ഇതിലും വലിയ കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാർട്സ് എല്ലാം പ്രിന്റ് ചെയ്തു. ഇനിയിപ്പം ഇതിനെല്ലാം അസംബിൾ ചെയ്യണം. ഫസ്റ്റ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഓരോ പാർട്ടും വളരെ കെയർഫുൾ ആയിട്ട് അസംബിൾ ചെയ്തു. ഓരോന്ന് കഴിയുമ്പോഴും വണ്ടിയുടെ ലുക്ക് മാറി മാറി വരുവാണ്. നമ്മുടെ സസ്പെൻഷനൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഇവർ മോഡൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നുള്ള ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ബയോയിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതിൻ്റെ അസംബിളിങ്ങും പ്രിന്റിങ്ങും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ദിവസത്തെ വർക്കിന്റെ റിസൾട്ട് ആണ് കേട്ടോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സസ്പെൻഷൻ ആണ് കേട്ടോ. പക്ക ആർട്ടിക്കുലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്.